ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടെലഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും വളരെ സമ്പൂർണ്ണമായിട്ടുള്ള 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ചധികം നോട്ടുകൾ നമുക്ക് തന്നു. ഇന്നലെ തന്ന ഒരു ചോദ്യപേപ്പർ ഉണ്ട്, അതിൻ്റെ ആൻസർ വിശദീകരണമാണ്. അതായത് ആൻസറൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. പലരും ചോദ്യങ്ങൾ പിന്നെ ഈ പരീക്ഷ എന്ന രീതിയിൽ എഴുതി മാർക്ക് ഇട്ടിട്ടുണ്ട്. മാർക്ക് ഇടാത്ത കുറച്ച് പേരുണ്ട്. അവർ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത്. കാരണം ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ആളുകൾ പരീക്ഷ എഴുതിയ ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യുക എന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ആത്മവിശ്വാസം അത് ഇരട്ടിക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും നമ്മൾ നടത്തിയത് 0-10/2023 അറ്റൻഡർ സ്റ്റോർ അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ്. അതായത് KSIDCയിലേക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിലേക്കും നടന്ന ഒരു പരീക്ഷയാണ്. അതിന്റെ മലയാളം ചോദ്യപേപ്പറാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 4/2/2023 ഈ ഒരു പരീക്ഷ നടന്നത്. അതിലെ ആദ്യത്തെ 25 ചോദ്യങ്ങളും സമ്പൂർണ്ണമായ വിശദീകരണവുമാണ് നമ്മൾ നോക്കുന്നത്. പലതും SCRT ആണ്. അപ്പൊ അത് നമുക്ക് നോക്കിയിട്ട് പോവാം. അതിനു മുമ്പേ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ LDC ഉൾപ്പെടെ വരാൻ വേണ്ടി പോവാണ്. 23 പോസ്റ്റിലേക്കാണ് LDC ഉള്ളതെങ്കിലും 10 ഇപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് അനൗദ്യോഗികമായ ഒരു അറിയിപ്പ്. അങ്ങനെ ഏകദേശം 33, നമുക്ക് 30ഓളം LDC തസ്തികകളിലേക്കും ബാക്കി 400-ന് മുകളിൽ എന്താണ് നമ്മുടെ മറ്റ് പുതുതായിട്ട് വരുന്ന തസ്തികകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വിജ്ഞാപനം ഈ ഒരു മാസം നമുക്ക് ഉണ്ടാകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രോസസ്സിങ് ഏകദേശം കഴിഞ്ഞെന്നാണ് ഏകദേശം നമ്മുടെ അറിവ്. അപ്പോൾ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ ഒരു വിജ്ഞാപനം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസ്സുകൾ. ഓഡിയോ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും, ലൈവ് ക്ലാസ്സുകളില്ല. അതുപോലെ നമ്മളെ സ്പെഷ്യൽ PDF നോട്ടുകൾ ലഭിക്കും, SCRT ക്ലാസ്സുകൾ ലഭിക്കും, സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ ഉണ്ടാവും, PYQ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ഇതൊക്കെ ഈ ചെയ്യുന്ന പോലത്തെ PYQയുടെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം ഉൾപ്പെടെ നമ്മൾ ആകെ 540 രൂപയാണ് ഈ ഒരു ബാച്ചിൽ ഈടാക്കുന്നത്. 540 രൂപയാണ് ഈടാക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന 7306662334 എന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. 2. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 3. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. 1 മാത്രം, 2 മാത്രം, 1-ഉം 2-ഉം, 1-ഉം 3-ഉം. ഇതിലെ ചോദ്യം കൃത്യമായി വായിക്കുക. ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പൊ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ശരിയാണ്. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി ശരിയാണോ? അല്ല. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു ശരിയാണ്. 1-ഉം 3-ഉം മാത്രമാണ് ശരി എന്നുള്ളത്. അപ്പൊ തെറ്റേതാണ്? ഇതിൽ തെറ്റ് ബി, ഓപ്ഷൻ ബി, 2 മാത്രം എന്നതാണ് തെറ്റ്. അപ്പൊ എന്താണ് ഈ പറയുന്നത്? ഡിയിലേക്ക് നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പാടില്ല. കാരണം ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അത് ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന, 2 മാത്രം എന്നത്. ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ SCRTയിൽ കൃത്യമായിട്ട് ഈ ഒരു കാര്യം പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. കണ്ട, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ്. ഗാന്ധിജിയുടെ അധ്യക്ഷതയിലാണോ? അല്ല, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ. എപ്പോഴാണ്? 1929 നടന്നത്. 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് എന്താണ് ഈ ഒരു ലാഹോർ സമ്മേളനം നടന്നിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. 1. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ചു. പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 2. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമന ലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. കണ്ട, ഈ 2 പോയിന്റോടെ പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയും പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായിട്ടുള്ള സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഉദ്ദേശിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോകുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഉപ്പ് സത്യാഗ്രഹവും ഇതിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, അതൊക്കെ അവിടെ പഠിച്ചു വെക്കുക. ഇത്രയുമാണ് ഈ ഒരു ചോദ്യം. കണ്ട, ഈ ഒരു ചോദ്യം അങ്ങനെ തന്നെ ഡയറക്റ്റ് നമ്മുടെ SCRT എന്നാണ്. കണ്ട, SCRTക്ക് ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് നമുക്ക് ഓരോ പരീക്ഷ കഴിയുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആരും പഠിക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ, മറ്റൊരു ചോദ്യം: ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളേവ? ഗേദാ സമരം,
മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. ഏതൊക്കെയാണ്? ഏത ഗാന്ധിജിയുടെയാണ്? മീററ്റാണോ? അല്ല. ചമ്പാരൻ? അതെ. ഹോം റൂൾ? അല്ല. അപ്പൊ 1ഉം 3ഉം മാത്രമാണ് ഗാന്ധിജിയുടെ എന്താണ് ആദ്യകാല സമരങ്ങൾ. ഓപ്ഷൻ ബി തന്നെ 1ഉം 3ഉം. നോക്കാം, ഇതാ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബോക്സിൽ കൃത്യമായിട്ട് നമ്മുടെ SCERT നൽകിയിരിക്കുന്നു. അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജിയുടെ പെട്ട ചില പ്രാദേശിക സമരങ്ങൾ. 1 ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. എവിടെ? ബീഹാറിൽ 1917 ചമ്പാരൻ സമരം. 2 അഹമ്മദാബാദിലെ തുണിമൽ സമരം. അഹമ്മദാബാദ് സമരം ഗുജറാത്തിൽ 1918. ഗേദയിലെ കർഷക സമരം ഗുജറാത്തിൽ 1918. ചമ്പാരൻ സമരം, അഹമ്മദാബാദ് സമരം, ഗേദ സമരം. ഇത് 3ഉമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഏറ്റവും ആദ്യം ചമ്പാരൻ, തുടർന്ന് അഹമ്മദാബാദും, അതിനുശേഷം ഗേദയും. കൂടാതെ തന്നെ ആ ചാപ്റ്ററിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട് ദേശീയ സമരത്തിലേക്ക്, അതായത് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നു വന്നത്. അപ്പൊ ഗാന്ധിജി ഏതിനെതിരെയുള്ള പ്രതിഷേധവുമായാണ് ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നു വന്നത്? റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം കൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം. എന്താണ് റൗലറ്റ് നിയമം? ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമം. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു. ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്താവനവും എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. അതാണ് മറ്റൊരു പരീക്ഷകളിൽ കടന്നു വന്നതാണ്. അതായത് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ അത് നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരമാണ്. മനസ്സിലാക്കുക. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. അപ്പൊ റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആ ഒരു ആത്മവിശ്വാസമാണ് ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് പഠിക്കുക. ഏറ്റവും അവസാനമായി ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ ആണ്. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ. അതുകൂടി അവിടെ ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനിയുള്ള പരീക്ഷകളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ചോദിക്കും മക്കളെ, ചോദിക്കും, ഉറപ്പാണ്. പഠിച്ചു വെക്കുക. അടുത്തത്, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെ? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്നതാണ്. മൗണ്ട് ബാറ്റൺ പ്രഭു, ഇർവിൻ പ്രഭു, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ആരാണ് അംഗമല്ലാതിരുന്നത് എന്ന് ചോദിച്ചാൽ 1ഉം 2ഉമാണ്. 1ഉം 2ഉമാണ് അംഗമല്ലാതിരുന്നത്. കൃത്യമായി ക്യാബിനറ്റ് മിഷനെ കുറിച്ച് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പെത്വിക് ലോറൻസ് ആണ്. അതിലെ അംഗങ്ങളാണ് സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും. സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും അംഗങ്ങൾ. ആരാണ്? പെത്വിക് ലോറൻസ് ആണ് അതിന്റെ അധ്യക്ഷൻ. അപ്പൊ ഇവർ രണ്ടുപേരും ഇല്ല. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് എപ്പോഴാണ്? 1946 മാർച്ച് 24-നാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് 24-നാണ്. അധ്യക്ഷൻ പെത്വിക് ലോറൻസ്. ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ഇനി ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16-ാം തീയതിയാണ്. മാർച്ച് 24-നെത്തി മെയ് 16-ന് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? അത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ക്ലെമന്റ് ആറ്റ്ലി. അപ്പൊ കൃത്യമായി പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 24. മാർച്ച് 24-ന് 46-ലെത്തി 46 മെയ് 16-ന് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇന്ത്യ സന്ദർശിക്കുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി. കൃത്യമായി പഠിച്ചു വെക്കുക, പരീക്ഷയിൽ ചോദിക്കും. ഓക്കെ. അടുത്ത ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ 1798-ലാണ് നടപ്പിലാക്കിയത്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം എന്നതൊക്കെ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനി ഇതിൽ ഏതാണ് ശരിയായതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. SCERT കൃത്യമായിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. SCERT കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ.
അപ്പൊ SCRT ഇതാണ്. അതായത് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2 മാത്രമാണ്. ബി, ഓപ്ഷൻ ബി കഴ്സൺ പ്രഭുവാണ് ബന്ധപ്പെടാത്ത പ്രസ്താവനകളാണ്. അതായത് കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയതെന്നാണ് ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ. നമുക്ക് നോക്കാം. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രബലരായ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ കീഴടക്കിയത് കണ്ടു. ഇനി അതുപോലെ തന്നെ കീഴടക്കിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. മറ്റു ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. അതായത് സൈനിക ശക്തി ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പ്രബലരായ പല നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ചില നാട്ടുരാജ്യങ്ങളെ ഉടമ്പടികൾ വഴിയും നിയമനിർമ്മാണം വഴിയുമാണ് അവർ വരുതിയിലാക്കിയത്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥ, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ദത്താവകാശ നിരോധന നിയമം എന്നിവ നാട്ടുരാജ്യങ്ങളെ വരുതിയിലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കിട്ടും ഇതാരാണ്? കഴ്സൺ പ്രഭു അല്ല, വെല്ലസ്ലി പ്രഭുവാണ്. അപ്പൊ 2 ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുമ്പോൾ നമുക്ക് ഇതങ്ങ് ഒഴിവാക്കി ഇത് മാത്രമാണെന്ന് അറിയുക. ഇനി 1798 നടപ്പിലാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 1 വരുന്നതും കൂടി കട്ട് ചെയ്യാം. ഇത് മാത്രം നമുക്ക് കിട്ടും. അതിൽ തന്നെ സൈനിക വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവെച്ചു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചത് ഈ ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറും തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാണ്. ദത്താവകാശ നിരോധനത്തിലൂടെ സാമ്പൽപൂർ, സത്താറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. മറ്റൊന്ന്, സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കുക. അതായത് രാജ്യത്തിന് കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയത്, ആ അംഗമാവുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം, സുരക്ഷ മാത്രമാണ് ഉറപ്പു നൽകുന്നത്. ആ കാര്യങ്ങൾ കൂടി നമുക്ക് അവിടെ കിട്ടും. ഇനി പുരുഷ അനന്തരാവകാശികളില്ലാത്ത രാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശം ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. അതുകൂടി അതിന്റെ കൂടെ ഒന്ന് പഠിക്കുക. ഇനി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി വെല്ലസ്ലി പ്രഭു തന്റെ ഭരണകാലത്ത് 18 മെയ് 1798, 30 ജൂലൈ 1805 ഈ ഒരു കാലത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. 1798 എന്നുള്ളത് കൃത്യമായി പഠിക്കുക. 1798 ഓക്കെ, ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പൊ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ്, അതായത് കഴ്സൺ അല്ല, വെല്ലസ്ലി ആണ്. ഇപ്പൊ 2 മാത്രമാണ് ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ. 1798 നടപ്പിലാക്കി അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അതുകൂടെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെ? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഒന്ന് ഓപ്ഷൻ നോക്കണം. നമുക്കറിയാം മൗലാനയും, മൗലാന മുഹമ്മദിയും, മൗലാന ഷൗക്കത്ത് അലിയും. 1ഉം 4ഉം ഓപ്ഷൻ സി എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടി സാധിക്കും. ഇനി SCRTയിൽ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ കൊടുത്തിട്ടുണ്ട്, കണ്ട, മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും ഒറ്റ പേരിൽ തന്നെ ഈ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. നോക്കാം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ, അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. 1-ാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. ഇവർ അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടു. റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. അപ്പൊ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ആരായിരുന്നു? അത് ഗാന്ധിജിയാണ്. അതുപോലെ 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു എന്നുകൂടെ അവിടെ പഠിച്ചു പോവുക. ഇതാണ് ഖിലാഫത്ത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഒറ്റ ഉത്തരം അയർലൻഡ്. ഏതാണ്? അയർലൻഡ് ആണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന SCRTയിൽ അങ്ങനെ കാര്യമായിട്ട് ഇത് പറയുന്നില്ലെങ്കിലും ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ജനക്ഷേമം മുൻനിർത്തി മേൽ സൂചിപ്പിച്ചതുപോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്നത്. എവിടെയാണ്? 4-ാം ഭാഗത്ത്, പാർട്ട് 4-ലാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ. ഇനി എന്താണ്? ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൃത്യമായി പഠിക്കുക. ഇനി പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെല്ലാം എന്താണ്? എല്ലാം നിർദ്ദേശങ്ങളാണ്. അതായത് നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഇവ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത് കഴിഞ്ഞ LGS ചോദിച്ചത്, നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് കൂടി അവിടെ പഠിച്ചു വെക്കുക. അയർലൻഡ് ആണ് എന്ത് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ സ്വീകരിച്ചത്. ഏത് ഭരണഘടനയിൽ നിന്ന്? അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങളുണ്ട്. സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പ്രദേശം ഏതാണെന്നാണ് ഉത്തരം. ബി, മണിപ്പൂരാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ സംസ്ഥാനം മണിപ്പൂരാണ്. ഓക്കെ, നമുക്ക് പഠിച്ചു വെച്ചാൽ മതി. ഇനി രാജ്യത്തെ വോട്ടർമാർ വോട്ടവകാശം വിനിയോഗിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഈ കാണുന്നത്. വോട്ട് ചെയ്ത പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമാണ് വോട്ടവകാശം. വോട്ട് ചെയ്ത് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമാണ് വോട്ടവകാശം. പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നവർ സമ്മതിദായകർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ മറ്റ് പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന നമ്മൾ അറിയപ്പെടുന്നത് സമ്മതിദായകർ അല്ലെങ്കിൽ എലക്ടേഴ്സ് എന്നാണ്. ജനാധിപത്യ ഭരണക്രമത്തിൽ പൗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വോട്ടവകാശം. ഇന്ന് ഇന്ത്യയിൽ വോട്ടവകാശം സാർവത്രികമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 18 വയസ്സായ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശത്തിന് അർഹതയുണ്ട് എന്നുകൂടി ഓർക്കുക. ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. ഭരണഘടനാ അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 89-ലെ 61-ാം ഭരണഘടനാ ഭേദഗതി വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ചു. അത് ഇമ്പോർട്ടന്റ് ആണ്. 89 വരെ 21 വയസ്സായിരുന്നു വോട്ടവകാശത്തിനുള്ള പ്രായം. എന്നാൽ 89-ലെ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 89-ലെ 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 കുറക്കുന്നത്. എന്നാണ് 21-ൽ നിന്ന് 18. ഇനി ഭരണഘടനാ ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ചോദിച്ചാൽ 326 അനുച്ഛേദം 326 ആണെന്ന് കൂടി പഠിച്ചു വെക്കുക. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? എല്ലാവർക്കും അറിയാം, രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം എന്ന SCRT-യിൽ കൃത്യമായി പറയുന്നുണ്ട്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ചേർന്നു. ആരാണ് താൽക്കാലിക അധ്യക്ഷൻ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ആ ചാപ്റ്റർ അങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ കൃത്യമായി ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ്. അതാണ് ഇവിടുത്തെ ഉത്തരമായി വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ സി രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാൻ. നോക്കാം, വിവരാവകാശ നിയമം നമ്മൾ കൃത്യമായി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കാണുക. വിവരാവകാശ നിയമവും മനുഷ്യാവകാശ നിയമവും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ഒരുപാട് വീഡിയോസ് അതിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ആരാണ്? സ്വീഡൻ.
മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം. ഏതാണ്? മസൂർ കിസാൻ ശക്തി സംഘടൻ, അതായത് MKSS എന്ന് പറയും. ചില ഒരു പരീക്ഷയിൽ MKSS എന്നാണ് ചോദിച്ചത്. മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം. നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് RTI ആണ് സർക്കാരിനായി വിവരാവകാശ നിയമത്തിന്റെ കരട് നിർമ്മിച്ചത്. അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. ഇനി വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഇത് നടപ്പിലാക്കുന്നത് രാജസ്ഥാനാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇത് വന്നപ്പോഴാണ് വിവരാവകാശ നിയമമാണ് തമിഴ്നാട് പാസാക്കിയത് 1997. എന്നാൽ 2005 ശേഷം അത് രാജസ്ഥാനാണ് ആദ്യമായി. VP സിംഗ് ആണ് വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി. VP സിംഗ് ആണ് വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇനി വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. ജിതേന്ദ്ര സിംഗ്. ലോക്സഭ വിവരാവകാശ നിയമ ഭേദഗതി ബിൽ പാസാക്കിയത് 2019 ജൂലൈ 22. രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25. വിവരാവകാശ നിയമ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. രാംനാഥ് കോവിന്ദ്. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളതാർക്കാണ്? അത് പാർലമെന്റിനാണ്. ഓപ്ഷൻ സി ആണ്, പാർലമെന്റിനാണ്. 10ാമത് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിനാണ് അധികാരം. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 368. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 368. ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1951 51 ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. മൗലിക അവകാശങ്ങൾ അടക്കമുള്ള ഭരണഘടനാ ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരം നൽകിയത് 24ാം ഭേദഗതി 1971. മൗലിക അവകാശങ്ങൾ അടക്കമുള്ള ഭരണഘടനാ ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റ് അധികാരം നൽകിയത് 1971 24ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഇനി മൗലികാവകാശങ്ങളിലെ മാറ്റങ്ങൾക്ക് ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. അത് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം. അതായത് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ വളരെ പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല. എന്താണ്? ഈ പാർലമെന്റ് ഇരുസഭകളിൽ ലോക്സഭയും രാജ്യസഭയും എന്ത് ചെയ്യണം? പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാസ്സാക്കണം. ഇതിനർത്ഥം ഒരു ഭേദഗതിക്ക് ഹാജരാകുകയും വോട്ട് ചെയ്യുന്ന 2/3 അംഗങ്ങളുടെ അംഗീകാരം ആവശ്യമാണെന്നാണ്. ഒരു ഭേദഗതിക്ക് ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന 2/3 അംഗങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. എന്നിരുന്നാലും ഭേദഗതിയെ പിന്തുണച്ച് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം ഒരു സഭയിലെ മൊത്തം അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷത്തേക്കാൾ കുറവായിരിക്കരുത് എന്നുകൂടി പറയുന്നുണ്ട്. അത് ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും. ഇതാണ് അതിന്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത്, താഴെ കൊടുക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അത് കൃത്യമായി നോക്കുക. ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്തത്? താഴെക്കോട്ട് ശരിയില്ലാത്തത് 1 വൈക്കം സത്യാഗ്രഹം TK മാധവൻ, പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ, ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും പാലിയം സത്യാഗ്രഹം ആണ് എന്നുള്ളത്. വക്കം അബ്ദുൽ ഖാദർ ആണ്. അപ്പൊ ശരിയല്ലാത്തത് B ആണ്. 2 മാത്രം നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം CRT ആണ് എല്ലാം. ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മപരിപാടികളിലൊന്നായിരുന്നു. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മപരിപാടികളൊന്നാണ്. എന്താണ്? അയിത്തോച്ചാടനവും ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി നിരസിച്ചു. അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ K കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. P കൃഷ്ണപിള്ള, AK ഗോപാലൻ എന്നിവരും ഇതിന് നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശം അനുവദിക്കാൻ കാരണമായി. ഇതാണ് K കേളപ്പൻ, P കൃഷ്ണപിള്ള, AK ഗോപാലൻ. ഇവിടെ K കേളപ്പൻ ശരിയാണ്.
അടുത്ത വൈക്കം സത്യാഗ്രഹം. സത്യാഗ്രഹ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അതായത് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊടുത്ത സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. ഇതിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ പ്രസിദ്ധമാണ്. സവർണ ജാഥ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 മുതൽ സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച അവർ മഹാറാണി സേതു ലക്ഷ്മിബായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. അപ്പൊ സവർണ ജാഥ ആർക്കാണ് നിവേദനം സമർപ്പിച്ചത്? സേതു ലക്ഷ്മിബായിക്കാണ് എന്നുകൂടി അവിടെ പറയുന്നുണ്ട്, പഠിച്ചു വെക്കുക. പൊതുവിടങ്ങളിലെ അയിത്താചരണത്തിന് ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത്. പൊതുവിടങ്ങളിലെ അയിത്താചരണത്തിന് ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഈ സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൽ നമുക്ക് നമ്മുടെ പ്ലസ് വണ്ണിന്റെ ഒക്കെ ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടി.കെ. മാധവനെ കുറിച്ച്. ഓക്കെ, ഇപ്പോൾ ടി.കെ. മാധവനാണ്. അടുത്ത പാലിയം സത്യാഗ്രഹം. 1947 കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ വീടിനടുത്തുള്ള പാലിയം ക്ഷേത്ര പരിസരത്ത് റോഡിൽ കൂടി അവർണർക്കും അഹിന്ദുക്കൾക്കും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം 1947 ഡിസംബർ 4 സി കേശവനാണ് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. ആരാണ്? സി കേശവൻ എന്നവിടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് തെറ്റ്. സത്യാഗ്രഹികളെ നേരിടാൻ സർക്കാർ മർദ്ദനമുറകൾ സ്വീകരിക്കും. സത്യാഗ്രഹ നേതാക്കളിൽ ഒരാളായ A.G. വേലായുധൻ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിതയാണ് K.K. കൗസല്യ. സൗഹൃദ ജാഥ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെടുന്നു. K.K. കൗസല്യ പഠിച്ചു വെക്കുക. ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകളേവ? വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ. ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണെന്ന് അറിയാം. ആത്മോപദേശം ശ്രീനാരായണ ഗുരു. നമുക്ക് ഇത് രണ്ടും അറിയില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നോക്കുക. 1, 2 വരാത്തത് ഇത് 2, ഇത് 2 കട്ട് ചെയ്യാം. 3 മാത്രം എന്നുള്ളതും ശരിയല്ല എന്ന് നമുക്കറിയാം. കാരണം 1 വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ 1ഉം 4ഉം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇനി വിദ്യയും വിത്തവും എന്ന് പറഞ്ഞ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പാഠപുസ്തകം തന്നിട്ടുണ്ട്. ജാതിമത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് കണ്ണമ്മൂലയിലാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ, അതായത് മിശ്രഭോജനമാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. മിശ്രഭോജനം ചട്ടമ്പി സ്വാമികൾ നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. ഉപനിഷത്തിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ഇവിടെ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജാതിമത ചിന്തകൾക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് സമാധി. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ ജനിച്ചു, കൊല്ലം ജില്ലയിലെ പന്മനയിൽ സമാധിയായി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള യാൾ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്ന പേര് വന്നു. അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയെന്ന് കൂടി അവിടെ പറയുന്നുണ്ട്, പഠിച്ചു വെക്കുക. അടുത്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ശ്രീനാരായണ ഗുരുവിനെ കൂടി നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ് എന്ന് മനസ്സിലാക്കുക. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിനു വേണ്ടി അദ്ദേഹം ഏറെ യത്നിച്ചു. ആലുവയിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചു: വാദിക്കുവാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്നാണ്. ഓക്കെ,
മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനവും കേരളീയ സമൂഹത്തിന്റെ നവചലനങ്ങൾ സൃഷ്ടിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അക്കാലത്തിൽ നിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. സാമൂഹിക നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ. കോവിലകത്തും വാതുക്കൽ തൃശൂർ പൂരം ആരംഭിച്ചു. കുളച്ചലിത്തം നടന്നു. കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. ഇതിൽ കോവിലകത്തും വാതുക്കലും തൃശൂർ പൂരവും ഏകദേശം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ ഒന്നുമില്ല, ഈ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഉത്തരമായി എടുക്കാം. 4 കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ അതാണ് ശരി ഉത്തരം. ശക്തൻ തമ്പുരാൻ നോക്കാം. ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ എന്നാണ് ശക്തൻ തമ്പുരാൻ അറിയപ്പെടുന്നത്. ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ. കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. കേന്ദ്രീകൃത ഭരണനയം നടപ്പിലാക്കി. തൃശൂർ പൂരം ആരംഭിച്ചു. കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു. കൊച്ചിയിലെ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ചു. കൂടാതെ വായുമൊഴി അന്വേഷണങ്ങളുടെയും ഭൂവുടമകളുമായുള്ള വ്യക്തിപരമായ അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കപ്പെട്ടു. കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ വ്യവസ്ഥ കേട്ടെഴുത്ത് എന്നറിയപ്പെട്ടു. കേട്ടെഴുത്തുന്നതും ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടാണെന്ന് കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എങ്ങനെയാണ്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? സമത്വ സമാജം. ഉത്തരം വൈകുണ്ഠസ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അയിത്തത്തിനെതിരെ കിണറുകൾ എന്ന് പറയുന്ന SCRT ടോപ്പിക് ഉണ്ട്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ജനിച്ചത് എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്ക്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ പന്തിയിലിരുന്ന് കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. എന്താണ് സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചു? ആര്? വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. അതായത് ചാന്നാർ ലഹളയ്ക്ക് പിന്നിലുണ്ടായിരുന്ന പ്രവർത്തനത്തിനുണ്ടായിരുന്ന ഒരു വ്യക്തി ചോദിച്ചാൽ വൈകുണ്ഠസ്വാമികളാണ് എന്ന് മനസ്സിലാക്കുക. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാട് ആരുടേതായിരുന്നു? വൈകുണ്ഠസ്വാമികളുടേതായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിലുള്ള എതിർപ്പ് വെൺ നീച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിലുള്ള എതിർപ്പ് വെൺ നീച ഭരണം എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? കേരളത്തിലാദ്യത്തെ സംഘടിത കലാപം 1721 നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ഇതിലെ ഇവരുടെ ഉത്തരം എന്ന് പറയുന്നത് 4 മാത്രമാണെന്നാണ്. യോജിക്കാത്ത പ്രസ്താവന 4 മാത്രമാണെന്നാണ്. കാരണം 3, 4 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് 4 മാത്രം. പക്ഷെ ഇത് ഉത്തരം ഏഞ്ചലോ കോട്ട കണ്ണൂരാണ്. അതങ്ങനെ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐഡിയയിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടും ഫൈനൽ ആൻസർ കീയിൽ കാണുന്നില്ല. അതിനുശേഷം ഡിലീറ്റ് ചെയ്യപ്പെട്ടോ എന്ന് അറിയില്ല, നോക്കിയിട്ടില്ല. നോക്കാം, നമ്മുടെ അഭിപ്രായത്തിൽ 1ഉം 2ഉമാണ് ശരി. 1721 കലാപം നടന്നത്. ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടെ ഇംഗ്ലീഷുകാർ 5 തെങ്ങ് കേന്ദ്രമാക്കി
പാണ്ഡികശാല ആരംഭിച്ചു. പാണ്ഡികശാല വന്നതോടെ തദ്ദേശീയരുടെ വ്യാപാരം നിലച്ചു. കുരുമുളക് ഉൾപ്പെടെയുള്ള വ്യാപാരത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരും തദ്ദേശീയരും തമ്മിൽ തർക്കം രൂപപ്പെട്ടു. അതോടെ നാട്ടുകാർ വ്യാപാരശാല ആക്രമിച്ചു. അപ്പോൾ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാരെ സഹായിച്ചു. ഇത് നാട്ടുകാരിൽ പ്രതിഷേധം ഇരട്ടിയാക്കി. എല്ലാ വർഷവും ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ടയിൽ നിന്ന് സമ്മാനം നൽകിയിരുന്നു. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ റാണിക്ക് ഉപകാരവുമായി പോയ 140 ബ്രിട്ടീഷ് സൈനികരെ നാട്ടുകാർ കൊലപ്പെടുത്തി. ഇതാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആദിത്യവർമ്മയാണ് കലാപം നടന്ന സമയത്ത് വേണാട് ഭരിച്ചിരുന്നത്. 5 തെങ്ങ് കോട്ടയുടെ തലവനാണ് ഗിഫോർഡ്. ഈ 5 തെങ്ങ് കോട്ടയാണ് നാട്ടുകാർ പിടിച്ചെടുത്തത്. പക്ഷെ ഇവിടെ ഏഞ്ചലോ കോട്ട എന്നായി മാറിയിട്ടുണ്ട്. മാറിപ്പോയതായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. 1ഉം 2ഉം ശരിയാണ്, ഇത് 2ഉം തെറ്റാണ്. അടുത്തത് 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യമാരാണ്? ഉത്തരം ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ആണ് 2ാം സ്ഥാനക്കാർ. കൃത്യമായി പഠിക്കുക. ഒന്ന്, വേദി ഏതായിരുന്നു? 2022 ലോകകപ്പ് ഫുട്ബോളിന്റെ ഖത്തറായിരുന്നു. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 32 ടീമുകളാണ് പങ്കെടുത്തത്. ആതിഥേയത്വം വഹിച്ച ഏറ്റവും ചെറിയ രാജ്യമാണ് ഖത്തർ. ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഏറ്റവും ചെറിയ രാജ്യമാണ് ഖത്തർ. അറബ് രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ ലോകകപ്പ് ഔദ്യോഗിക ലോകകപ്പാണ്. അറബ് രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ ലോകകപ്പാണ് ഈ 2022 ഫുട്ബോൾ ലോകകപ്പ്. ഔദ്യോഗിക ചിഹ്നം ലാ ഈബ്, അതായത് പ്രതിഭാതനായ കളിക്കാരൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ലാ ഈബ് എന്നാണ് ഔദ്യോഗിക ചിഹ്നം. ഔദ്യോഗിക ഗാനം ഹയ്യ ഹയ്യ എന്നാണ് ഔദ്യോഗിക ഗാനം. ഔദ്യോഗിക പന്ത് അൽ റിഹ്ല. ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച പന്താണ്. അർത്ഥം യാത്ര എന്നാണ് അർത്ഥം. അൽ ഹിൽമ്, സെമി ഫൈനലിലും ഫൈനലിൽ ഉപയോഗിച്ച പന്ത് അൽ ഹിൽമും അതുവരെ അൽ റിഹ്ലിയുമാണ്. സ്വപ്നം എന്നാണ് അർത്ഥം. ഔദ്യോഗിക പോസ്റ്റർ രൂപകൽപ്പന ചെയ്ത് ബൗദൈനെ അൽ മുഫ്തിയാണ് ഔദ്യോഗിക പോസ്റ്റർ രൂപകൽപ്പന ചെയ്തത്. ഉദ്ഘാടന മത്സരം ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു. തമ്മിൽ അൽഗോറിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിലാണ്. ഇനി ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം ചോദിച്ചാൽ ലുസൈൽ ഐക്കണിക് സ്റ്റേഡിയമാണ്. ലുസൈൽ ഐക്കണിക് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത്. കിരീടം നേടിയത് അർജന്റീനയാണ്. അർജന്റീനയുടെ 3ാമത്തെ കിരീടമാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയത് ബ്രസീലാണ്. അർജന്റീനയുടെ 3ാമത്തെ കിരീടമാണ്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 ഫ്രാൻസിനെ തോൽപ്പിച്ചു. ലോകകപ്പ് കിരീടം നേടിയത് അർജന്റീനയാണ്. ഫ്രാൻസിനെ തോൽപ്പിച്ചു. അർജന്റീനയുടെ ക്യാപ്റ്റൻ ആരാണ്? ലയണൽ മെസ്സി. അർജന്റീനയുടെ കോച്ച് ലയണൽ സ്കലോണി. റണ്ണേഴ്സ് അപ്പ് ആരാണ്? ഫ്രാൻസ് ആണ്. 3ാം സ്ഥാനം ക്രൊയേഷ്യയും 4ാം സ്ഥാനം മൊറോക്കോവുമാണ്. 3ാം സ്ഥാനം ക്രൊയേഷ്യ, 4ാം സ്ഥാനം മൊറോക്കോ. ഫൈനൽ നിയന്ത്രിച്ച മുഖ്യ റഫറി എന്ന് പറയുന്നത് സിമോൺ മാർസിനിയാക്ക് ആണ്. സിമോൺ മാർസിനിയാക്ക് പോളണ്ടുകാരനാണ്. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ നേടിയത്, ഗോൾഡൻ ബോൾ ആർക്കാണ്? ലയണൽ മെസ്സി. ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിന്റെ ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ 8 ഗോളാണ്. ഫ്രാൻസിന്റെ താരമാണ്. ഇനി ഗോൾഡൻ ഗ്ലൗ ആരാണ്? മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ നേടിയത് എമിലിയാനോ മാർട്ടിനസ് ആണ്. അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ്. മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എൻസോ ഫെർണാണ്ടസ് അർജന്റീന. ഫെയർ പ്ലേ അവാർഡ് നേടിയത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട്. ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. ടൂർണമെന്റിലെ ആദ്യ ഗോൾ നേടിയത് ഇക്വഡോറിന്റെ എന്നർ വലൻസിയാണ് ആദ്യത്തെ ഗോൾ നേടിയത്. 5 വ്യത്യസ്ത ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യ താരമാണ് ആര്? ക്രിസ്ത്യാനോ റൊണാൾഡോ. 5 വ്യത്യസ്ത ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഖത്തർ ലോകകപ്പിൽ ഹാട്രിക് ഗോൾ നേടിയ ആദ്യ താരം ഗോൺസാലോ റാമോസ് ആണ്. പോർച്ചുഗലിന്റെ ഗോൺസാലോ റാമോസ് ആണ് ഹാട്രിക് ഗോൾ നേടി ഖത്തർ ലോകകപ്പിൽ നേടിയ ആദ്യ താരം. ഖത്തർ ലോകകപ്പ് ഫൈനലിൽ ഹാട്രിക് നേടിയ താരം കിലിയൻ എംബാപ്പെ. ഖത്തർ ലോകകപ്പിന്റെ ഫൈനലിൽ ഹാട്രിക് നേടിയത് കിലിയൻ എംബാപ്പെ. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ യോഗ്യത നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ യോഗ്യത നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ. ആദ്യ മത്സരം തോറ്റതിനു ശേഷം കിരീടം നേടിയ 2ാമത്തെ രാജ്യം അർജന്റീനയാണ്. ആദ്യ മത്സരം സൗദി അറേബ്യയോട് തോറ്റു. ആദ്യ മത്സരത്തിന് ശേഷം കിരീടം നേടിയ ആദ്യ രാജ്യം സ്പെയിനാണ് 2010. ചരിത്രത്തിലാദ്യമായി പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി സ്റ്റെഫാനി ഫ്രപ്പാട്ട്. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. ഏതാണ്? ഇടുക്കി. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതി നോക്കാം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ഇടുക്കിയും നദി പെരിയാറും. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. 1940 മുതിരമ്പുഴയിൽ ആരംഭിച്ചു. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി 1900. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. 2ാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം 1954 നിലവന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ 4. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം, ഇടുക്കി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ മണിയാറ്, കൂത്തുങ്കൽ, ഉള്ളുങ്കൽ. സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ, പമ്പ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കൽ, ഇടുക്കി, രാജാക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഉള്ളുങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കക്കാട് നദി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി, 1972. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം ചൈന. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം, ഇടുക്കി. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശൂർ. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് കുന്നമംഗലം, കോഴിക്കോട്. പൊതുജന സഹായത്തോടെ നടപ്പിലാക്കിയ ചെറു കുടിവെള്ള പദ്ധതിയാണ് ഒളവണ്ണ മോഡൽ. കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലാണ് നടപ്പിലാക്കിയത്. അടുത്ത താഴെ പറയുന്നതിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇത് SCRT കൃത്യമായിട്ട് ആ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഉത്തരം ബാർലിയാണ്. നോക്കാം, ഖാരിഫ് വിള എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കുക. ഇവിടെ പ്രധാന വിളകൾ നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. ഇതിൽ നെല്ലുണ്ട്, ചോളമുണ്ട്, പരുത്തിയുണ്ട്. ബാർലി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉത്തരം അത് തന്നെ. റാബിയുടെ ആണെങ്കിൽ ഖാരിഫ് ജൂൺ മാസത്തിലാണ് വിളയിറക്കുന്നത്. ജൂൺ മാസത്തിൽ വിളയിറക്കും. വിളവെടുപ്പ് നവംബർ ആദ്യ വാരമാണ്. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്ന പ്രധാന വിളകൾ. റാബി ആണെങ്കിൽ നവംബർ മധ്യത്തിലാണ്. ശൈത്യകാല വിളയാണ് റാബി. ഓക്കെ. അതുപോലെ മാർച്ചിലാണ് വിളവെടുപ്പ്. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സൈദ് എന്ന് പറഞ്ഞാൽ മാർച്ചിലാണ്. ജൂണിൽ വിളവെടുക്കും. പയർവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇതിൽ പെടുന്നത്. പഠിച്ചു പോകും, ഒരുപാട് തവണ പഠിച്ചതാണ്, അതുകൊണ്ടാണ്. അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17-ാം തീയതിയാണ്. കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എന്ന് പറഞ്ഞ് നമ്മുടെ പുതിയ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗ മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലായത് വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകരമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ അവിടെ തുടങ്ങുന്നുണ്ട്. അതാണ് കുടുംബശ്രീ. അടുത്തത് 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം അത് പെരുങ്കുളമാണ്. ഏതാണ്? പെരുങ്കുളം. മറ്റൊന്ന്, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? അത് 101-ാം ഭേദഗതിയാണ്. 101-ാം ഭേദഗതി. നോക്കാം. 101-ാം ഭേദഗതി GST ബിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 101-ാം ഭേദഗതി. ഭേദഗതി ബില്ല് 122-ാം ഭേദഗതി ബില്ലാണ്. 101-ാം ഭേദഗതി, 122-ാം ഭേദഗതി ബില്ല്. രാഷ്ട്രപതി GST ബില്ലിൽ ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8-നാണ്. 2016 സെപ്റ്റംബർ 8-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-ന് GST നിലവിൽ വന്നു. ആപ്തവാക്യം ഒരു രാജ്യം ഒരു നികുതി എന്നാണ്. ഒരു രാജ്യം ഒരു നികുതി. GST പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. GST പാസാക്കിയ സംസ്ഥാനം ആസാം. രണ്ടാം സംസ്ഥാനം ബീഹാറാണ്. GST നടപ്പിലാക്കിയ 16-ാമത്തെ സംസ്ഥാനം ഒഡീഷയാണ്. 16 സംസ്ഥാനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇത് ഒരു നിയമ ഭേദഗതിയായിട്ട് പാസ്സാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതാണ് 16-ാമത്തെ സംസ്ഥാനം ഒഡീഷ എന്ന് പഠിക്കുന്നത്. GST കൗൺസിൽ ഉണ്ട്. GST കൗൺസിലിന് ഭരണഘടനാ സാധുത നൽകിയ ആർട്ടിക്കിൾ 279A ആണ്. GST കൗൺസിലിന് ഭരണഘടനാ സാധുത നൽകുന്ന ആർട്ടിക്കിൾ 279A. GST ബന്ധപ്പെട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം 246. GSTയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ 246A. GST കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12. 2016 സെപ്റ്റംബർ 12. GST കൗൺസിൽ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. GST കൗൺസിലിന്റെ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രി. രാജ്യവ്യാപകമായി GST നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി പ്രൊജക്ട് സാക്ഷാം. പ്രധാന ഭേദഗതി 102-ാം ഭേദഗതി എന്താണ്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയതാണ് 102-ാം ഭേദഗതി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകി. 123-ാം ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു. ഒപ്പുവെച്ചത് രാഷ്ട്രപതി 2018 ഓഗസ്റ്റ് 11-ന്. 2018 ഓഗസ്റ്റ് 11-നാണ് 102-ാം ഭേദഗതി ഒപ്പുവെച്ചത്. 102-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന ആർട്ടിക്കിളാണ് 338Bയും 342Aയും. പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ചുള്ള ഭരണഘടനാ ആർട്ടിക്കിൾ 338B ആണ്. ഒരു പ്രത്യേക ജാതിയെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്ക വിഭാഗമായി പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരവും പട്ടികയിൽ മാറ്റം വരുത്താനുള്ള പാർലമെന്റിന്റെ അധികാരവും കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിളാണ് 342A എന്ന് പറയുന്നത്. പഠിച്ചു നോക്കുക.
103 ഭേദഗതി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതിയാണ് 103 ഭേദഗതി. 10% സാമ്പത്തിക സംവരണം അനുവദിച്ച ഭേദഗതി. ഭേദഗതി ബില്ല് 124 നിലവിൽ വന്നത് 2019 ജനുവരി 14. 2019 ജനുവരി 14 നിലവിൽ വന്നു. ഭരണഘടനാ ഭേദഗതി പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാർക്ക് 10% സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്താണ്. 104 ഭേദഗതി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുള്ള സംവരണം 10 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ച ഭേദഗതിയാണ് 104 ഭേദഗതി. ബില്ല് 126 പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന സംവരണം 2030 ജനുവരി വരെയാണ് ദീർഘിപ്പിച്ചത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന്, ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഉണ്ടായിരുന്ന സംവരണം അവസാനിപ്പിച്ച ഭേദഗതിയും 104 ഭേദഗതിയാണ്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഉണ്ടായിരുന്ന സംവരണം അവസാനിപ്പിച്ച ഭേദഗതി കൂടിയാണ് 104 ഭേദഗതി. 2020 ജനുവരി 25 ഈ ഒരു 104 ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കുള്ള സംവരണം അവസാനിപ്പിച്ചത്. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 334 ഭേദഗതി ചെയ്ത് 334. അടുത്ത 105 ഭേദഗതിയുണ്ട്. OBC പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതി. OBC പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകുന്ന ഭേദഗതിയാണ് 105 ഭേദഗതി. 127 ഭേദഗതി ബില്ല്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ 2021 ഓഗസ്റ്റ് 9 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2021 ഓഗസ്റ്റ് 10 ലോക്സഭ പാസാക്കി. 2021 ഓഗസ്റ്റ് 15 രാജ്യസഭയും പാസാക്കി. 2021 ഓഗസ്റ്റ് 18 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അടുത്തത് 106 ഭരണഘടനാ ഭേദഗതിയാണ്. അത് വനിതാ സംവരണ ബില്ലുമായി നാരി ശക്തി ബന്ധൻ ബില്ലുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുക. ലോക്സഭയിലും നിയമസഭയിലും 33% സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. 128 ഭേദഗതി ബില്ലാണ്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിയമമന്ത്രി അർജുൻ മേഘവാൾ. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസ്സാക്കുന്ന ആദ്യത്തെ ബില്ലാണ് 106 ഭേദഗതി ബില്ല്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പാസ്സാക്കുന്ന ആദ്യ ബില്ല്. ലോക്സഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20. രാജ്യസഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതലാണ് ഇത് നടപ്പിലാക്കുന്നത്. അടുത്തത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെന്നാണ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇതുമായി ബന്ധപ്പെട്ട ഗംഭീരമായ ഒരു വീഡിയോ നമ്മൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് പോയി കാണുക. ഇനി ആദ്യമായി ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. കാർഷിക മേഖലയിൽ നൽകുന്ന അവാർഡാണ് ബോർലോഗ് അവാർഡ്. നൊബേൽ സമ്മാന ജേതാവായ ഏക കൃഷിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിന് തുടക്കത്തിൽ ധനസഹായം നൽകിയത് റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1967-68 കാലഘട്ടത്തിലാണ്. ഈ സമയത്തെ കൃഷി വകുപ്പ് മന്ത്രി സി സുബ്രഹ്മണ്യം. ഹരിത വിപ്ലവത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ധാന്യം ഗോതമ്പ്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു പദ്ധതിയാണ്. 1960 മുതൽ 70 വരെയുള്ള ഒന്നാം ഘട്ടത്തിലും 70 മുതൽ 80 വരെയുള്ള രണ്ടാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റം ഹരിത വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷികോൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം. ഇതിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഹരിത വിപ്ലവം പോലെ സമാന രീതിയിൽ പാലുൽപ്പന്നങ്ങളുടെ വർധന ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവവും ഇന്ത്യയിൽ വൻ വിജയം നേടി. മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യത്തിൽ നീല വിപ്ലവവും ഇന്ത്യയിൽ നടപ്പിലാക്കിയെന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പാഠപുസ്തകമാണല്ല. അടുത്തത് 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? 15ാമത് NK സിംഗ് ആണ്. NK സിംഗ് നോക്കാം. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 280 ആണ്. ആർട്ടിക്കിൾ 280 ആണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 281. ധനകാര്യ കമ്മീഷനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 243(1). ധനകാര്യ കമ്മീഷനെ കുറിച്ച് 243(1). ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951 നവംബർ 22. ആർട്ടിക്കിൾ 241 സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 280 ആണ്. ധനകാര്യ കമ്മീഷൻ 1951 നവംബർ 22 നിലവിൽ വന്നു. ആരാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 5 ആണ്. 4+1. ഒന്നാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ KC നിയോഗിയാണ്. രണ്ടാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ K സന്താനം.
പ്രഥമ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? PM എബ്രഹാം ആണ്. PM എബ്രഹാം. ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളിയാണ് VP മേനോൻ. ഒന്നാം ധനകാര്യ കമ്മീഷനിലാണ് VP മേനോൻ അംഗമായിരുന്നത്. ഏറ്റവും കുറച്ചു കാലം ധനകാര്യ കമ്മീഷണറായിരുന്ന വ്യക്തി ഡോക്ടർ PV രാജമന്നാർ ആണ്. രാജമന്നാർ. 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡി. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. കേരളത്തിലെ 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദും 7ാമത് KN ഹരിലാലുമാണ്. KN ഹരിലാൽ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. ഓക്കെ. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ 50 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിംഗിന്റെ ശില്പി PC മഹൽനോബിസ്. ഇത് എല്ലാം ശരിയാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശരിയായതല്ല. ഇനി ആസൂത്രണത്തിന് നാൾ വഴി. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് മുൻ ക്ലാസ്സിൽ പഠിച്ചല്ലോ. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാനെന്നായിരുന്നു 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഇതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു. ദേശീയ ആസൂത്രണ സമിതി ആരുടെ അധ്യക്ഷതയിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. അതാണ് ബോംബെ പ്ലാൻ. 44 പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ MN റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതിയും ഇന്ത്യയുടെ ആസൂത്രണാശയങ്ങൾക്ക് കരുത്തേകി. 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകി. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ M വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ആസൂത്രിത സമ്പദ് വ്യവസ്ഥ. പ്ലാൻഡ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് വിശ്വേശ്വരയ്യയാണ്. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷൻ രൂപം നൽകി. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. പുതിയ ചുവടുവയ്പ്പുകൾ എന്ന് പറഞ്ഞ് നോക്കാം. കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിന്റെ ഘടന ഇപ്രകാരമാണ്. പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട്. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൌദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടും. പ്രധാന സർവകലാശാലകളിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക. പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൌദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രി നിയമിക്കുമെന്നുകൂടെ പറയുന്നുണ്ട്. നീതി ആയോഗ് ലക്ഷ്യങ്ങൾ കൂടി നോക്കാം. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതാണ്. അടുത്തത്, പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഇതിൽ കറുത്ത മണ്ണാണ് ഉത്തരം. പക്ഷെ എക്കൽ മണ്ണും ഇതിന് ബന്ധപ്പെടുന്നതാണ്. രണ്ടും വേണമെങ്കിൽ പറയാം. പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായം. SCRT നോക്കാം. ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളുമാണ് കാണിച്ചിട്ടുള്ളത്. ഏതൊക്കെ സംസ്ഥാനങ്ങൾ കണ്ടെത്തുക? മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാക്കാലവും 20 മുതൽ 30 ഡിഗ്രി വരെ സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. അതായത് മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാക്കാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയും ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് ഏറ്റവും അനുയോജ്യം. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു. പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയും. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം. ഇന്ത്യയിൽ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. ഫോർട്ട് ഗ്ലാസ്റ്ററിൽ. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടോണോപോളിസ് എന്ന് വിളിക്കുന്നു. മുംബൈയെ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ സമീപ പ്രദേശങ്ങളിൽ അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യത, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ എന്നിവയാണ്. അടുത്തത്, കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായവും. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ഉഷ്ണമേഖലാ വിളയാണ് കരിമ്പെന്ന് പറയുന്നത്, അല്ലെ? അതിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണുള്ളത്.
ഓക്കെ. ഇവിടെ മറ്റേ പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളും പറയുന്നുണ്ട്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ വെച്ച് അതിനെ നീരെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിന്റെ അളവ് കുറയുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് 1-2 എണ്ണം മാത്രമാണ് പുറത്ത് വന്നത്. ബാക്കിയെല്ലാം SCRT 25-ൽ 21, 22 ചോദ്യവും എന്താണ് SCRT തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ 25 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി ചോദ്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയുക. നമ്മൾ ഇതുപോലുള്ള മറ്റ് ക്ലാസ്സുകളും ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.